വോട്ട് ചേർക്കാനും വോട്ട് ഡിലീറ്റ് ചെയ്യാനും സോഫ്റ്റ്വെയർ ഉള്ള സ്ഥിതിക്ക് വോട്ട് ചെയ്യാനും സോഫ്റ്റ്വെയർ ഉണ്ടോ? കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിക്കുന്നതാണ് ആ ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ രണ്ടാം വാർത്താ സമ്മേളനത്തിനു ശേഷം ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യവും ഇതാണ്. ഇന്ത്യയുടെ എല്ലാ തിരഞ്ഞെടുപ്പുകളെയും അസ്ഥിരപ്പെടുത്തുന്നു എന്ന വെളിപ്പെടുത്തലാണത്. അതീവ ഗുരുതരവും അത്യന്തം ആപത്കരവുമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും പേരു നീക്കാൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. വോട്ടർമാരും വോട്ടു നീക്കിയവരും വിവരം അറിഞ്ഞില്ല. ഇങ്ങനെ കർണാടകയിലെ അലന്തിൽ മാത്രം 6018 വോട്ടുകൾ നീക്കം ചെയ്തു. നീക്കം ചെയ്യപ്പെട്ട വോട്ടുകൾ പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടിയിരുന്നതാണ്. ഡിലീറ്റ് ചെയ്തയാളെയും വോട്ട് നഷ്ടപ്പെട്ടയാളെയും വേദിയിലെത്തിച്ചായിരുന്നു അത്യന്തം സംഭവ ബഹുലമായ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. ഗോദാബായി എന്ന വൃദ്ധയുടെ പേരിലും വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു. അപേക്ഷ കൊടുത്തിട്ടില്ലെന്നും ഒന്നും അറിയില്ലെന്നും ഗോദാബായി പറയുന്നതും വാർത്താ സമ്മേളനത്തിൽ കാണിച്ചു. ഈ വാർത്താ സമ്മേളനം മുൾമുനയിൽ നിർത്തുന്നത് കേരള കേഡറിലെ മുൻ IAS ഉദ്യോഗസ്ഥനായ ഗ്യാനേഷ് കുമാറിനെയാണ്. സ്പോട്ടേജ് ആരംഭിക്കുന്നു. രാജ്യത്തെ ഞെട്ടിക്കുന്ന രണ്ടാം ഘട്ട വോട്ട് ചോരി. വോട്ടർ പട്ടികയിൽ നിന്ന് എങ്ങനെ ഈ വോട്ടുകൾ നീക്കുന്നു? കൂട്ടത്തോടെ ഇവ എങ്ങനെ അപ്രത്യക്ഷമാകുന്നു? ഈ ചോദ്യങ്ങൾ തൃശൂർ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ചർച്ചയായതാണ്. അതിനുള്ള ഉത്തരമാണ് രാഹുൽ ഗാന്ധി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. എല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടലാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറുകളാണ് OTPക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. സംശയം തോന്നാതിരിക്കാൻ അതേ മണ്ഡലത്തിലെ അതേ ബൂത്തിലുള്ള മറ്റാളുകളുടെ പേരിലാണ് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. 35 സെക്കൻഡിനിടയിൽ 2 ഡിലീഷൻ ഫയലുകൾ സമർപ്പിച്ച സംഭവം ഉണ്ടായി. അതുപോലെ 14 മിനിറ്റിനിടയിൽ 12 വോട്ടുകൾ ഡിലീറ്റ് ചെയ്ത സംഭവവും ഉണ്ടായി. അലന്തിൽ കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയായ സൂര്യകാന്തിന്റെ പേരിലാണ് 12 വോട്ടുകൾ 14 മിനിറ്റിനിടയിൽ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. സൂര്യകാന്ത് ഡിലീറ്റ് ചെയ്ത ബബിതയും വേദിയിലെത്തി. ഒപ്പം പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരും. ഇതിലും വലിയ തെളിവ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഹാജരാക്കാനില്ല. രാജ്യത്തെ വോട്ടെടുപ്പ് ഏതെല്ലാം വിധമാണ് അട്ടിമറിക്കപ്പെടുന്നത് എന്നതിന്റെ വിശദമായ കാഴ്ചയായിരുന്നു രാഹുൽ ഗാന്ധി ഒരുക്കിയത്. അലന്തിൽ തിരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞില്ല. അവിടെ കോൺഗ്രസിന്റെ BR പട്ടീൽ ജയിച്ചു. BR പട്ടീൽ 89,508 വോട്ട് നേടി. BJPയുടെ സുഭാഷ് ഗുട്ടേദാർ രണ്ടാമതെത്തി. 79,160 വോട്ട് നേടി. ഉറച്ച 6000-ലേറെ കോൺഗ്രസ് വോട്ടുകൾ വെട്ടി നീക്കിയിട്ടും 10,000-ലേറെ വോട്ടിന് കോൺഗ്രസ് ജയിച്ചു. BJPയുടെ സുഭാഷ് ഗുട്ടേദാറിന്റെ സിറ്റിംഗ് മണ്ഡലത്തിലാണ് ഇത്രയേറെ വോട്ടുകൾ വെട്ടി നീക്കിയതും എന്നിട്ടും കോൺഗ്രസ് ജയിച്ചതും. ഇതിൽ കർണാടകത്തിലെ CID അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ CIDക്ക് അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. മുന്നോട്ട് പോകണമെങ്കിൽ വോട്ട് ഡിലീറ്റ് ചെയ്ത ഫോൺ നമ്പറുകൾ കമ്മീഷൻ അറിയിക്കണം. എങ്ങനെയാണ് OTP അയച്ചതെന്ന് അറിയിക്കണം. അത് രണ്ടും കമ്മീഷൻ നൽകിയാൽ മാത്രമേ ഈ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് എത്തുകയുള്ളൂ. 18 മാസത്തിനിടയിൽ 18 കത്തുകൾ അയച്ചിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ല. വിവരങ്ങൾ കൈമാറാതിരിക്കുന്ന ഗ്യാനേഷ് കുമാർ വോട്ട് കള്ളന്മാരെ സംരക്ഷിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാത്രം ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ദുരൂഹത അവിടെയും അവസാനിച്ചില്ല. മഹാരാഷ്ട്രയിലെ വോട്ടുകൊള്ളയെക്കുറിച്ചും രാഹുൽ ഗാന്ധി ചില സൂചനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ രജൌരയിൽ 6850 വോട്ടുകൾ ഇതേ സംവിധാനം ഉപയോഗിച്ച് കൂട്ടിച്ചേർത്തു എന്നാണ് കണ്ടെത്തൽ. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സംസ്ഥാനത്തിന് പുറത്തുനിന്നാണ് വോട്ടുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഈ വോട്ടുകൾ എങ്ങനെ പോൾ ചെയ്തു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. കൂട്ടിച്ചേർത്ത ആളുകൾക്ക് വേണ്ടി ആരാണ് വോട്ട് ചെയ്തത്? ഇനി അതിനും ഏതെങ്കിലും സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ? ഈ ചോദ്യങ്ങളും സംശയങ്ങളും നിലനിൽക്കുന്നുമുണ്ട്. 6850 വോട്ടുകൾ കൂട്ടിച്ചേർത്ത രജൌരയിൽ ജയിച്ചത് BJP-യാണ്. 3054 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ദേവ് റാവു വിദോഭ ഹോങ്ലെ ജയിച്ചത്. കോൺഗ്രസിന്റെ സുഭാഷ് ദോത്ത രണ്ടാമതെത്തി. 6850 വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ച ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. അവിടെയാണ് ഈ വലിയ അട്ടിമറിയുടെ ആരോപണം നിലനിൽക്കുന്നത്. 2019-ലെ തിരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തായിരുന്ന BJP-യാണ് രജൌരയിൽ ഒന്നാമതെത്തിയത് എന്നൊരു അമ്പരപ്പും ബാക്കിയാണ്. കർണാടകയിൽ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ മാർഗത്തിലൂടെ മഹാരാഷ്ട്രയിൽ വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞതല്ലാതെ അതിൽ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി കടന്നില്ല. വരും ദിവസങ്ങളിൽ ഒരുപക്ഷേ അതും പുറത്തു വന്നേക്കാം എന്നൊരു സൂചന കൂടി നൽകിയിരുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഒരു കാര്യം സുവ്യക്തമായി.
പുറമേ നിന്നുള്ള അത്യന്തം ക്രിമിനലായ ഇടപെടൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ടായി. തൊട്ടയൽവാസിയുടെ പേരിൽ നൽകിയ അപേക്ഷയിലാണ് ഇവയൊക്കെ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ആണ് അത് ചെയ്തത് എന്നതിനുള്ള തെളിവാണ് 14 മിനിറ്റിൽ ഈ 12 അപേക്ഷയൊക്കെ നൽകാൻ കഴിഞ്ഞത് പോലും. 35 സെക്കൻഡിൽ 2 അപേക്ഷയൊക്കെ നൽകണമെങ്കിലും സോഫ്റ്റ്വെയറിനല്ലാതെ സാധിക്കുകയുമില്ല. വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കുറെ കാലമായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അവയൊന്നും തെളിവില്ലാത്തതിനാൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴത്തെ ആരോപണം വോട്ടിംഗ് യന്ത്രത്തിനും അപ്പുറത്തെത്തിയിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വോട്ടുകൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. ആരാണ് അത് ചെയ്തത് എന്ന് കൂടി അറിയാമെന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. ആ പേര് ചെന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ 2ാം വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് സംവിധാനം അത്യന്തം ഗുരുതരമായ വിശ്വാസ്യതാ പ്രശ്നം നേരിടുകയാണ്. നമുക്ക് മേൽ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് വരുന്നിന്ന് വോട്ട് ചെയ്യുന്നത്? ആ ചോദ്യത്തിനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഉത്തരം പറയേണ്ടത്. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.